ഇന്ന് നമ്മൾ ഇങ്ങേരെ മുഖം വെച്ച് തന്നെയാണ് വീലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാശി എങ്ങനെ ഇരിക്കണം നോക്കാം. എന്തായാലും വെക്കേഷനൊക്കെ തുടങ്ങി പിള്ളേരെ അപ്പൂപ്പൻ്റെ അമ്മമ്മേരെ വീട്ടിൽ തട്ടിയിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ നേരെ ഹയാത്തിലോട്ട് വിട്ടു ലഞ്ച് ബുഫേ കഴിക്കാൻ വേണ്ടി. ഇന്നൊരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ ഈ വീഡിയോയിൽ കാണൂല. ഇതൊരു വീക്ക്ലി വീലോഗായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ രണ്ടുപേരും പിന്നെ നമ്മളെ ഫാമിലി ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ പോയി കഴിപ്പ് തന്നെയാണ് നമ്മുടെ ഫാമിലിയുടെ മെയിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും അച്ഛനും ഇഷാനും റിയയും കൂടെ ഗുരുവായൂർ പോകണ ഒരു വീലോഗ്. അയാത് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ബുഫേ കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ബുഫേ എനിക്ക് അത്ര പിടിച്ചില്ല. വീക്ക് ഡേ ആയതുകൊണ്ട് അറിഞ്ഞൂടാ. ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇതൊക്കെ ഫുഡൊക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത്ര പിടിച്ചില്ല. ഓക്കെ ഓക്കെ അല്ലേ? മണ്ട ഏതുകൊണ്ടാണോ അങ്ങനെ കറങ്ങി ഇരുന്നപ്പോഴത്തേക്കാണ് വീരാശൂരാധീര അങ്ങനെ എന്തോ ഒരു സിനിമയില്ലേ, അതിൻ്റെ ആക്ടേഴ്സൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതുവഴി കറങ്ങി പോകണുണ്ട്. അങ്ങനെ ഞാൻ സുരാജിൻ്റെ കൂടെ ഫോട്ടോയും എടുത്ത് വിക്രമിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റില്ല. വിക്രമും SJ സൂര്യയും കൂടെ എന്തിനാക്കിയ കറവറ സംസാരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. സുരാജിൻ്റെ അടുത്ത് സുരാജ് പറഞ്ഞ് ഇല്ലോളത്തിൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ചുമ്മയാണോ എന്തോ. ഇൻസ്റ്റാഗ്രാമിൽ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് ഇല്ലോളമാണെന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ചുമ്മയല്ലേന്ന് പറഞ്ഞപ്പോൾ അല്ല ശരിക്കും കണ്ടെന്നാണ് പറഞ്ഞത്. പണ്ടൊക്കെ നമുക്ക് വെക്കേഷൻ ആകുമ്പോഴത്തേക്കും ഞാനും എൻ്റെ അനിയനും കൂടെ രാവിലെ കുറേ സമയം TV കണ്ടിട്ട് പിന്നെ ഒരു ഇറക്കമാണ് മുറ്റത്തോട്ട്. നമ്മളൊന്ന് വാടകയ്ക്കൊരു വീട്ടിൽ താമസിച്ചിരുന്നു. കുറേ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ ഉള്ളൊരു വീടായിരുന്നു. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള 2 ഫ്രണ്ട്സുണ്ട്. അവരെല്ലാവരും കൂടെ ഒരു ബഹളമാണ്. ഇത് ഗൈസ് ബൈ ദ വേ നമ്മൾ കഴക്കൂട്ടത്തുള്ള ബ്ലെൻഡ് റെസ്റ്റോറൻറ്റിലാണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഷീഷ് തുക്ക് എന്ന് പറഞ്ഞൊരു മെഡിറ്ററേനിയൻ ഡിഷാണ്. പിന്നെ റിയ എന്തോ ബർഗർ, ഈശാൻ എന്തോ പാസ്ത. അപ്പം എൻ്റെ അച്ഛൻ സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ അച്ഛൻ മിക്ക സമയത്തും 2 മാസം വീട്ടിൽ തന്നെ കാണും. വീട്ടിലുണ്ടെങ്കിലും നമ്മളിപ്പം നമ്മളെ പിള്ളേരെ തേനയും പാലയെന്ന് പറഞ്ഞ് പരക്കാൻ നടക്കുന്ന പോലെ നടപ്പൊന്നും ഇല്ല. പക്ഷേ എങ്കിലും ആളുണ്ട്, അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. അമ്മ യൂണിവേഴ്സിറ്റി ഓഫീസിലായതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ അവധിയൊന്നുമില്ല, ഫുൾ ടൈം പോകണം. അപ്പം പക്ഷേ അച്ഛൻ നമ്മളൊരു വൈബാണ്. അമ്മ കുറച്ചും കൂടെ ഇങ്ങനെ സീരിയസ് ആണ്. അപ്പോൾ അച്ഛൻ നമ്മളോട് കളിക്കാനും കഥ പറയാനും ചോറ് വരത്തിനും അങ്ങനത്തെ ഒരു എൻ്റെ ഷോർട്സ് വീഡിയോസിലൊക്കെ കാണുന്ന ഒരു വൈബാണ്. പുള്ളിക്കാരൻ കുറച്ചും കൂടെ ജോവിയലായിട്ട് കളിയായിട്ട് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യില്ല. അമ്മയാണ് സീരിയസ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഗൈസ് എൻ്റെ വെക്കേഷൻ മെമ്മറീസ് പറഞ്ഞാൽ കുറേ എനിക്ക് മെയിനായിട്ട് ഓർമ്മ വരണ കസിൻസിൻ്റെ കൂടെ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ ഉള്ള സെലിബ്രേഷനും ആ ഒരു ബഹളമൊക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കസിൻസും ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഒരു അനിയൻ്റെ മക്കളാണെങ്കിൽ അമേരിക്കയിലാണ്. ഇവിടെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആർക്കും കമ്പനിയില്ല. അതുകൊണ്ട് ഇതുങ്ങൾ വീട്ടിനകത്ത് ഇടുന്നതിന് അങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ട് ഇറങ്ങും. പിന്നെ എന്തെങ്കിലും ക്ലാസ് പിന്നെ ബോറടിച്ചിരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും അച്ഛനും കൂടെ അതാണ്ട ഗുരുവായൂർ പോണ കാഴ്ചയാണ് കാണുന്നത്. CP നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ Q&A വിത്ത് ഹസ്ബൻഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. CPയുടെ റിലീജിയസ് ബിലീവ്സ് ആൻഡ് തേർഡ്സ്. അപ്പോൾ എൻ്റെയും അതിൽ തന്നെ കാണാം. ബട്ട് ഇതിപ്പോൾ നമ്മളത് പൊതിച്ചോറൊക്കെ പൊതിഞ്ഞുകൊണ്ട് പോവുകയാണ്. എല്ലാവരുടെയും പേരൊക്കെ ഇഷാൻ വരണില്ല വീഡിയോയുടെ ഫ്രണ്ടിൽ. പിന്നെ അവനെ പിടിച്ച് വലിച്ച് വീഡിയോയുടെ ഫ്രണ്ടിൽ വാടാ എന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുന്ന സീനാണ് അടുത്തത്. അപ്പം ആദ്യം ഇഷാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ട്രെയിനിൽ പോണത്. അപ്പോൾ അവർക്ക് അതിന് ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു. ഇതെങ്ങനെ വൃത്തി കാണോ, ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട്. ഇഷാൻ വന്നപ്പോൾ തൊട്ട് ആ ഇരിപ്പിരിക്കണതാണ്. അവൻ അങ്ങോട്ടും തിരിയാൻ വയ്യ ഇങ്ങോട്ടും തിരിയാൻ വയ്യ. അവനെന്തോ വൃത്തി പിടിക്കണില്ലായിരുന്നു. അവന് ചോറ് കഴിക്കാനും വയ്യ, ഭയങ്കര മടി. പിന്നെ നമ്മളെല്ലാം കഴിക്കുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവനെ ഞാൻ വിളിച്ചിരുത്തി എൻ്റെ അടുത്തിരുത്തി ചോറ് കഴിപ്പിക്കുകയായിരുന്നു. എല്ലാം കഴിച്ചു തുടങ്ങാൻ കുറച്ച് മടിയായി. പിന്നെ അടുത്തൊക്കെ കുറേ ആളുകൾ ഇരുന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവന് കുറച്ച് പിന്നെ അവർ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവന് കുഴപ്പമില്ല. റിയയ്ക്ക് പക്ഷേ കുഴപ്പമൊന്നുമില്ല. റിയ നല്ല ബാഷ തട്ടി വിടുന്ന വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഇഷാൻ കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഗുരുവായൂർ എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ട്രെയിനിലാകെ അവന് ഇഷ്ടപ്പെട്ടത് എന്താണ് ഈ പൊതിച്ചോറ് പാർട്ട് മാത്രമാണ്, വേറെ ഒന്നും കൊള്ളില്ലായിരുന്നു. അവിടെ ഇരുന്ന് ബോറടിച്ച് അവനൊരു വഴിയായെന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞ ട്രെയിൻ പക്ഷേ അവൻ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. കാരണം അവർക്ക് ഒരു സെപ്പറേറ്റ് മൊത്തം ഒരു സ്പേസ് പോലെ കിട്ടി, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും കൊച്ചുമക്കളും കൂടെ ഭയങ്കര ബഹളമായിരുന്നു അവിടെ കിടന്ന്. ഗൈസ് ഇതിനകത്ത് എന്താണ് ചോറ് പാക്ക് ചെയ്യുന്നുള്ളത് ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഓരോരോ ഇൻഗ്രീഡിയൻസ് എല്ലാം സഹിതം. അപ്പം നമ്മൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് തൃശ്ശൂരിൽ നിന്ന് ക്യാബ് പിടിച്ച് ഗുരുവായൂർ പോകും. നമ്മളവിടെ 2 ദിവസം ഉണ്ടായിരിക്കും. ഈ ഇട്ടിരിക്കുന്ന ചുരിദാറിന് ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിൽ ഈ ട്രെയിനിൽ അടുത്തിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഗുജറാത്തിൽ എന്തോ പോകുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ ഫുൾ ടൈം മറ്റേ റാണു ബൊമ്മണയ്ക്ക് ആ പാട്ടും അവിടെ ആകെ ബഹളമായിരുന്നു. കയറിയപ്പത്തോട് തുടങ്ങിയ ബഹളം ഇറങ്ങിയ വരെ ഉണ്ടായിരുന്നു. മനുഷ്യന് തല പെരുത്തിട്ട് എനിക്ക് ഗുരുവായൂരെത്തിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായിരുന്നു.
ചുമ്മാട്ടാകാതെ നമ്മളെ കൾച്ചർ അവരുടെ കൾച്ചർ വേറെ ആയതുകൊണ്ട്. പക്ഷേ പിള്ളേർക്ക് അതൊരു കാഴ്ചയായിരുന്നു, അവരുടെ ആ ഒരു ബഹളവും. ഗൈസ് എനിക്ക് അറിയാതൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് ഞാൻ ഛർദ്ദിച്ച് വീണില്ല എന്നേ ഉള്ളൂ. ദ വേൾഡ്സ് വേസ്റ്റ് ബാത്റൂമാണ്. AC കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് കൊടുത്ത് നമ്മൾ പോയാൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ. എന്ത് ചെയ്യാം. അപ്പോൾ അതാ ഇതിൽ അവൻ റിഷാൻ വീഡിയോയിൽ വരാൻ സമ്മതിച്ചു. ട്രെയിനിൽ പോയതാണെന്ന് അറിഞ്ഞൂടെ, അലർജി കണ്ണൊക്കെ ഇട്ട് കോക്രയൊക്കെ കാണിക്കാനുണ്ട്. ഫൈനലി നമ്മൾ റൂമിലെത്തി കഴിഞ്ഞു. ഫൈനലി റൂമിൽ വന്നു. വെള്ളം ഇവിടെ ഇല്ല, അപ്പുറത്തെ അമ്മമ്മയുടെ റൂമിൽ പോയി ചോദിക്കണം, കൊണ്ടുവരാം. ഗൈസ് ഫൈനലി റൂമിലെത്തി. ഭയങ്കര ടയേർഡെന്ന് പറഞ്ഞാൽ 5.5 hours ട്രെയിനിന് ഇത്രയും മെനക്കെട്ടൊരു ട്രെയിൻ ഞാൻ പോയിട്ടില്ല. ഹംസഫർ എക്സ്പ്രസ് വളരെ പരട്ട ഒരു ട്രെയിനാണെന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ ടു ഗുരുവായൂർ ഒരു അരമണിക്കൂറൊന്നും ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഒരു ഓൾമോസ്റ്റ് 1 hour എങ്കിലും എടുത്തു. വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു ഇപ്പം തോന്നുന്നതാണ്. ഇവിടെ നിന്ന് നോക്കി ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ തന്നെ അമ്പലം കാണാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. യെസ്, ദാറ്റ്സ് ദ ഹൈലൈറ്റ്. ചെരുപ്പിടാതെ നടന്നു പോയിട്ട് അമ്പലത്തിൽ കയറി ചെരുപ്പിടാതെ കയറി വരാം. എവിടെയാണ് ശ്രീകൃഷ്ണ അർജുനനായിട്ട് രഥത്തിലിരുന്ന് നേരിട്ട് വർത്താനം പറയുന്നത്? അമ്മ എന്തോ പറഞ്ഞു, ഏതോ ഒരു അമ്പലത്തിൽ ശ്രീകൃഷ്ണ അർജുനനായിട്ട് നേരിട്ട്, അല്ല ഏതോ ഒരു അമ്പലത്തിൽ അങ്ങനെ ഉണ്ട്. പാർത്ഥസാരഥി അമ്പലത്തിൽ വന്നിട്ട് ഇതൊന്നും ശരിയായിട്ടുള്ള ഏർപ്പാടുകളല്ല. ചൂതുകളി, റമ്മി. ഞാൻ ഇന്നലെ അങ്ങനെ ഗുരുവായൂരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ റൂമിൽ രാവിലെ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മയും അച്ഛനുമൊക്കെ രാവിലെ 5:30 1.5 മണിക്കൂർ ക്യൂ നിന്ന് പോയി തൊഴുതു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ അമ്പലത്തിനകത്ത് 1000 രൂപ ഒരാൾക്ക് 1000 രൂപ വെച്ച് കൊടുത്തിട്ട് ക്യൂ നിൽക്കാതെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇടിച്ചകത്ത് കയറാം, ആ ഒരു രീതിയിൽ. പിന്നെ എന്തൊക്കെ ചെയ്തു? ഇന്നലെ തുലാഭാരം നടത്തി ഈശാന റിയയ്ക്കും. പിന്നെ എന്തൊക്കെ ചെയ്തു? പിന്നെ കുറേ നേരം തേരാപ്പാര നടന്നു, ഫുഡ് കഴിച്ചു. ഇത്രയൊക്കെ തന്നെ ചെയ്തത്. അതായത് കാശുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് കാണാം, നല്ല ക്യൂ നിൽക്കാതെ കാണാം, കയറി കാണാം. അതെല്ലാ അമ്പലത്തിലും അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ. ഇതൊക്കെ കൊണ്ടാണ് CP വരാത്തത്. ഇങ്ങോട്ട് ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. തുലാഭാരം ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ പല ആൾക്കാരെന്തോ പനിനീര് വെച്ച് തുലാഭാരം ചെയ്യും. പനിനീര് പക്ഷെ എങ്ങനെ ഒരാളുടെ വെയിറ്റിനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി കുറേ വെയിറ്റ്സ് വെക്കും. എന്നിട്ട് ഒരു കുടത്തിൽ കുറച്ച് പനിനീര് വെക്കും. എന്നിട്ട് അവരങ്ങനെ ത്രാസിൽ മീൻസ് അതിൽ പൊങ്ങും, വെയിങ് സ്കെയിലിൽ പൊങ്ങും. നമ്മൾ പഴമാണ് ചെയ്തത്. പഴമൊക്കെ പെർമനൻ്റ് ആയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ അതിനനുസരിച്ച് വെയിറ്റ്സ് വെച്ച് അഡ്ജസ്റ്റിംഗ് ആണ്. അപ്പം വലിയ പണിയൊന്നുമില്ല അവർക്ക്, 2 സെക്കൻഡിലെ പണിയേ ഉള്ളൂ. പക്ഷെ ഒരാൾ നമ്മൾ ചെയ്യുമ്പം 1000 rupees കൊടുക്കണം. അതാണ് പ്രോസസ്സ്. അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ കമൻ്റ് ഒന്നും പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ. നമ്മളപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. എനിക്ക് പുച്ഛവും ഇല്ല. അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. സോ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ എനിക്ക് വിശ്വാസമുണ്ടെന്ന് വെച്ചാൽ എനിക്കിതെല്ലാം കാണുന്നത് ഇഷ്ടമാണ്. അമ്പലത്തിൽ പോയി നിൽക്കുന്നത് ഇഷ്ടമാണ്. അവിടുത്തെ ആ ഒരു വൈബും ആ ഒരു സൈലൻസും ആ ഒരു എനർജിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ അമ്പലത്തിലും ഒന്നും ഇഷ്ടമല്ല. ഗുരുവായൂർ ഇഷ്ടമാണ്, പത്മനാഭസ്വാമി ടെമ്പിളിൽ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, അതെനിക്കിഷ്ടമാണ്. ചെറിയ അമ്പലത്തിൽ അമ്പലങ്ങളിൽ ഞാൻ പൊതുവേ സത്യം പറഞ്ഞാൽ അമ്പലങ്ങളിൽ അധികം പോവാറില്ല. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരും പോവാത്തതും വീട്ടിൽ നിന്ന് CP ഞാനും കൂടെ അങ്ങനെ പോവാറില്ല. അവിടെ എനിക്ക് അമ്പലത്തിൽ പോകുന്ന ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാനായിട്ട് ഇറങ്ങി ഇന്ന് അമ്പലത്തിൽ പോയി കളയാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോവാറില്ല. പക്ഷെ ആരെങ്കിലും വിളിച്ചോണ്ട് പോയാൽ എനിക്ക് പോകാനും നിൽക്കാനും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ
മടിച്ചിയായ ഒരു അമ്പലവിശ്വാസിയാണ് ഞാൻ. അങ്ങനെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീട്ടിൽ വിളക്ക് കത്തിക്കും. അതൊക്കെയാണ് ഗൈസ് എൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ സ്റ്റാൻസ്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് മമ്മിയൂർ എന്ന് പറഞ്ഞ അമ്പലമുണ്ട്, അവിടെ പോകണം. പിന്നെ അമ്പലത്തിൻ്റെ അവിടെ പോകുമ്പോഴത്തേക്കും മൊബൈൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നലത്തെ കാഴ്ചകളൊന്നും ഞാൻ എടുക്കാത്തത്. ഇന്ന് ഞാൻ മെയിൻ അമ്പലത്തിനകത്ത് കയറുന്നില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് അകത്തെന്ന് പറഞ്ഞാൽ മെയിൻ പ്രതിഷ്ഠ കാണാൻ അങ്ങനെ ഇന്നലെ ഒരു പ്രാവശ്യം പോയി കയറി. ഇന്നൊന്നും കൂടെ തള്ളി കയറി ഒരു താല്പര്യമില്ല, ഇന്നലെ കണ്ടതുണ്ട്. ബട്ട് അമ്പലത്തിൻ്റെ ആ എന്താണ് പ്രതിഷ്ഠ ഇരിക്കുന്നതിൻ്റെ ചുറ്റുമൊക്കെ നടക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എന്തോ ശീവേലി കാണണമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. എനിക്ക് വെളിയിലത്തെ കടകളും അവിടുത്തെ ഷോപ്പിംഗ് സീൻസൊക്കെ ഒന്ന് പിടിക്കണം എന്നുണ്ട്. രാവിലെ ഞാൻ മിക്കവാറും ഫോൺ കൊണ്ടായിരിക്കും പോണത്. രാത്രി മേ ബി ശീവേലി സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ലായിരിക്കും. പിന്നെ എനിക്ക് ഇന്നലെ ഫുൾ രാവിലെ ട്രെയിനിൽ ഇരുന്ന് വന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. യൂഷ്വലി എൻ്റെ ട്രെയിൻ ജേർണി എല്ലാം ഓക്കെയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ മറ്റേ ഹംസഫർ എക്സ്പ്രസ് ഭയങ്കര ദുരന്തമായിരുന്നു. ഒന്നാമത്തെ കാര്യം അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിന് ഭയങ്കര ബഹളമായിരുന്നു. ബഹളം മീൻസ് ഓക്കെ, അത് മാത്രമല്ല ഭയങ്കര കൺവീനിയൻസ് ഇല്ലാത്ത പോലത്തെ ഒരു ഇരുത്തവും. യൂഷ്വലി ഞാൻ കൊച്ചിയിലൊക്കെ ഈ പരിപാടിക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെയൊക്കെ പരിപാടിക്ക് സ്ഥിരം യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെ ബോഡി പെയിൻ വന്നായിട്ടൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി ഇത്തവണ. പക്ഷേ എനിക്കിതാ ഇപ്പോൾ ഭയങ്കര ബോഡി പെയിനും. പിന്നെ ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ല. ഫോർ സം റീസൺ എനിക്ക് ഉറക്കം ശരിയായില്ല. യൂഷ്വലി എനിക്കിങ്ങനെ പുതിയ സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര പാടാണ് ഉറക്കം. ബട്ട് ഓക്കെ ഉറക്കം എന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണ പോലെ വേറെ ഒരിടത്ത് പോയാലും ഉറങ്ങാൻ പറ്റില്ല. അതെൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ചില സ്ഥലത്ത് എയർബിഎൻബിസ് ഒക്കെ എനിക്ക് പിന്നെ ഉറക്കം വരും. ഈ ഹോട്ടൽ റൂംസാണ് എനിക്ക് പ്രശ്നം. വേറെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാലും എനിക്ക് അങ്ങനെ ഉറക്കം വരാറില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഡേ 1 വാസ് ഓക്കെ, വലിയ കുഴപ്പങ്ങളില്ലാതെ പോയി. ഇന്നെങ്കിലും കുറച്ചും കൂടെ ഒന്ന്. നാളെ ഇനിയിപ്പോൾ രാവിലെ 7:30 ഇവിടെ നിന്ന് ഇറങ്ങണം. 9 മണിയുടെ ട്രെയിനാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ ഉറക്കവും കുതാകവയായിരിക്കും തോന്നുന്നു. അങ്ങനെ ഈ ലോകി വരുമ്പോൾ മാത്രമേ എനിക്ക് അമ്മയെ ഭരിക്കാൻ പറ്റാറുള്ളൂ. അല്ലാത്ത കാരണം ക്യാമറ എടുത്ത് പിടിച്ച പിന്നെ ഒരേ ചിരിയാണ്, പിന്നെ ഒന്നും മിണ്ടൂല. എനിക്ക് എന്ത് വേണോ പറയാം. ഇതാ കേട്ടോ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. തോന്നുന്നു അറൗണ്ട് 300 റേഞ്ചാണ്. പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ എന്തോ ചോദിക്കാൻ പോവുകയാണ്. അമ്മ ചിരി പതിപോലെ തുടങ്ങിയിട്ടുണ്ട്. വരാൻ പോയോ? എവിടെ? ഗുരുവായൂരപ്പനെ ദർശിക്കാം. ഇപ്പം എവിടെ പോകണം? ഈജിപ്തിലാണ്. അമ്മയോട് ഗുരുവായൂർ കഴിഞ്ഞ ഞാനും എൻ്റെ ഫാമിലി അനിയനും അമ്മയും അച്ഛനുമായിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങൾ മെയിനായിട്ട് ഓർമ്മയുള്ളത് ഇതുപോലെയുള്ള കുറേ അമ്പലം ട്രിപ്സ്, കന്യാകുമാരി ട്രിപ്സ്. ഗുരുവായൂരൊക്കെ ഒരു 3-4 തവണ നമ്മൾ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട് പണ്ട്. അങ്ങനെ എപ്പോഴോ ഒരു പ്രാവശ്യം ഗുരുവായൂർ ട്രിപ്പ്, ലാസ്റ്റ് ടൈം പോയ ട്രിപ്പാണെന്ന് തോന്നുന്നു. ഇത് മമ്മിയൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് കയറി കഴിച്ചതാണ്. ലാസ്റ്റ് ടൈം അച്ഛനും അമ്മയും ഞാനും അനിയനുമായിട്ട് പോയ ഗുരുവായൂർ ട്രിപ്പിൽ ആ ദർശനത്തിന് വേണ്ടി കയറി ആ ശ്രീകോവിലിൻ്റെ അവിടെ എത്തിയപ്പം അച്ഛൻ്റെ പോക്കറ്റ് ആരോ അടിച്ചു. ജസ്റ്റ് തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നപ്പോഴാണ് റിയലൈസ് ചെയ്ത് ഷർട്ട് ഇങ്ങനെ കയ്യിൽ തൂക്കിയിരുന്നു. അപ്പം ആരോ പേഴ്സ് എടുത്തിട്ട് പോയി. അതിൽ നിന്ന് അന്ന് തന്നെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്യേണ്ടിയിരുന്നു. കാരണം കയ്യിൽ പൈസയൊന്നുമില്ല. പിന്നെ പണ്ട് അച്ഛനൊന്നും ATM കാർഡൊന്നുമില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ആ ക്രെഡിറ്റ് കാർഡ് വെച്ച് കാറിൽ പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയത്. അതാണെന്ന് തോന്നുന്നു എനിക്ക് ലാസ്റ്റ് ഗുരുവായൂരിൻ്റെ മെമ്മറി. അത് കഴിഞ്ഞ് അന്ന് ഞാൻ എന്തോ കോളേജിലെന്തോ പഠിക്കുന്ന സമയമാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ വരുന്നത്. പാർത്ഥസാരഥി അമ്പലത്തിൻ്റെ എന്തെങ്കിലും പറ, അറിയാമോ? അങ്ങ് അടുത്തുവാ. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും പറ. ചുമ്മാ ഇരിക്കാനോ? ഇവിടെ എന്താണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത? ഒരു യൂട്യൂബറിൻ്റെ അമ്മ ഇങ്ങനെ നാണിച്ച് നിൽക്കാൻ പാടില്ല. മഹാഭാരത യുദ്ധം ഇവിടെയാണ് നടന്നത്. പാർത്ഥസാരഥിന്ന് അറിയാവുന്ന പറ, ആൾക്കാരറിയാം. എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അല്ല, ഇവിടെ ഇങ്ങനെ ആരും കാണിക്കില്ല. അമ്പലത്തിന് ഫ്രണ്ട് മാത്രമേ എടുത്തുള്ളൂ. പറ. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പ്രാധാന്യം കാണിക്കുന്ന അമ്പലമാണല്ലേ? ഓ, അമ്പലത്തിന്റെ പ്രതിഷ്ഠയൊക്കെ ഇരിക്കുന്ന ഒരു ഷാരിയറ്റ് പോലെ രഥത്തിന്റെ അകത്താണ്. അത് ശ്രദ്ധിച്ചായിരുന്നു. പാർത്ഥസാരഥി എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഹൂ ഈസ് പാർത്ഥസാരഥി? വിഷ്ണുവാ? കൃഷ്ണനാ? ചിരിക്കാതെ പറയേ.
അറിഞ്ഞൂടാത്തോടാണ് ചോദിക്കുന്ന. ഓ അർജുനനാണ് പാർത്ഥസാരഥി. ആ യെസ് അർജുനൻ അല്ല, അർജുനൻ പാർത്ഥൻ. പാർത്ഥസാരഥി അർജുനനല്ലേ? കൃഷ്ണന്റെ തേരാളി. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ അല്ല, പാർത്ഥൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. ഓ പാർത്ഥസാരഥി ഈസ് അർജുനൻ അല്ലേ? അല്ല, സാരഥി മീൻസ് ഡ്രൈവർ. ആ അർജുനനല്ലേ ഓടിച്ചത്? അർജുനനല്ല ഓടിക്കുന്നത്, ആ ശ്രീകൃഷ്ണൻ ഓടിക്കുന്ന. ഐ എം സോറി. പാർത്ഥൻ ഫ്രണ്ട്, സാരഥി ഡ്രൈവർ. അപ്പൊ കൃഷ്ണനാണ് പാർത്ഥസാരഥി. കൃഷ്ണനാണ് പാർത്ഥൻ. അപ്പൊ കൃഷ്ണനാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷ്ഠ. അർജുനൻ കൃഷ്ണനായിരുന്നു, ബട്ട് പാർത്ഥസാരഥിയുടെ പേരിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്തൊക്കെയോ പറഞ്ഞു, അമ്മയ്ക്ക് കാര്യമായിട്ട് പിടുത്തം ഇല്ലായിരുന്നു. അർജുനന്റെ ഏതോ ഒരു അമ്പലം ഉണ്ട് എവിടെയോ. ഓക്കെ ഓക്കെ. ഇതെനിക്ക് ചൊല്ലിയേ ആവണം. ഞാൻ ഇവിടെ കുറേ ആൾക്കാരെ കണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളത് ഞാൻ ഭയങ്കര സന്തുഷ്ടമായ ഒരു സ്ത്രീയാണ്. ഈ തിരുവനന്തപുരത്ത് പോലും സത്യം പറഞ്ഞാൽ ഇത്ര ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുക ഓടിക്കാടി വരെയൊന്നുമില്ല. ബട്ട് ഇവിടെ ഞാൻ നിർവൃതിയാണ് ഗൈസ്. ഈ ട്രിപ്പിൽ എനിക്ക് വളരെ സാക്ഷാത്കാരം സംഭവിച്ചു, റിയലൈസേഷൻ. ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഓരോരുത്തർ പോയിട്ട് എനിക്ക് ഇത്രയും ഇങ്ങനെ മാസമായിട്ട് ആളുകൾ വന്ന് കണ്ടിട്ട്. അമ്മമ്മ ഇപ്പൊ വെള്ളത്തിൽ മൂക്കും കുത്തി വീണാണ്, നോക്കിക്കോ. വെള്ളത്തിൽ ഇപ്പോൾ മൂക്കും കുത്തി കിടക്കുന്ന നോക്കിക്കോ. ബ്ലും ബ്ലും ബ്ലും. മീനുണ്ട്, നോക്കുവാ. രാവിലെ 11 മണി. ഉടുപ്പിൻ്റെ കൂടെ ഷോൾ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. നല്ല ഒടുക്കത്ത വെയിലാണ്. പിള്ളേർക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. ഇന്നലെ രാത്രി നടന്നു പോയപ്പോൾ എന്തൊക്കെയോ ഗിൽബിൾ സാധനങ്ങൾ കണ്ട്. ഇനി അത് വാങ്ങിക്കാതെ ഒരു സമാധാനം ഇല്ല. അതുകൊണ്ടത് വാങ്ങിക്കാൻ പോകും. US നിന്ന് വരുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ ഗുരുവായൂർ കൊണ്ടുപോകണം, അവിടെ നേർച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇത്രയും നാൾ ഞാൻ ഒഴുകി എറിഞ്ഞ് മാറിയൊക്കെ നടന്നു. കാരണം അവർക്ക് അവിടുത്തെ വെതറും ചൂടും ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര പാടായിരിക്കും. പിന്നെ ഒരു ഒഴിവ് വേളകൾ ആനന്ദകരമാക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഗൈസ്, ഇവിടെ ഈ ചവറ് പോലെ കടകളുള്ളത് കൊണ്ട് പിള്ളേർക്ക് ബോറടിച്ചില്ല എന്നുള്ളൊരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കി. ഒന്ന് കഴിഞ്ഞ് ഒരു സാധനം വായിക്കുമ്പോൾ അടുത്ത സാധനം. പ്രിയ, ഈ ക്യാറ്റിന് എന്ത് പേരാണ് നീ ഇട്ടത്? അതെവിടെ വെച്ചേക്കണം? മേളിൽ. എവിടെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ നിൽക്കുന്ന ഈ മനുഷ്യൻ ഒന്നും വാങ്ങിച്ചു തരില്ല. ഇപ്പം നിനക്ക് എന്തൊക്കെ സാധനം വാങ്ങിച്ചു തന്നോ? അതിൻ്റെ ആൻസർ നിനക്കൊക്കെ ട്യൂഷൻ ഫീസ് തരുമോ? ടോയ് വാങ്ങിച്ചു തന്നോണ്ടിരിക്കാനൊക്കെ വാങ്ങിക്കണം. ഇനി വാങ്ങിക്കണമെങ്കിൽ എൻ്റെ അപ്പൻ്റെ പറ. അപ്പൻ്റെ അടുത്ത് തന്നെയല്ലേ പറഞ്ഞത്. പാമ്പഴ എന്താണറിയാ? എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിക്കോ? ഓഫ് ചെയ്തോ? ഓൺ ചെയ്യൂ. ഹലോ ഹലോ ഹലോ. മിണ്ടിപ്പോവരുത്. മിണ്ടല്ലെന്ന്. ഇതെന്തോന്നിത്? മിണ്ടല്ലടേ. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് തൃശ്ശൂരിലെത്തണം. ഇനി അടുത്ത ഒരു വീക്ക്ലി വീലോഗ് ആകുന്നത് വരെ നമസ്കാരം. ഇനി നമുക്കൊരു മേജർ ട്രിപ്പ് ഏപ്രിൽ വരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഷോപ്പിംഗ് പരിപാടികളൊക്കെ ആയിരിക്കും മിക്കവാറും അടുത്ത ആഴ്ച. അപ്പം അതിൻ്റെ വീലോഗ് വരുമ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എന്തായാലും നിങ്ങളുടെ ദൈവവിശ്വാസത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സ്റ്റാൻഡ്സും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എത്ര പൈസ നിങ്ങൾ ചിലവാക്കാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, അനുഷ്ഠാന ആചാരങ്ങൾക്ക് വേണ്ടി? എന്നെ സംബന്ധിച്ചിടത്തോളം ഗൈസ്, എനിക്ക് അവിടെ പോയി കണ്ട് എനിക്ക് സ്വന്തമായിട്ട് അവിടെ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും എൻ്റെ സ്വന്തം സമാധാനത്തിന് വേണ്ടി കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കാനും അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും അവിടെ ചെയ്യാൻ തോന്നിയില്ല. ബട്ട് ആ ഒരു വൈബും ആ ഒരു സെറ്റപ്പും ആൾക്കാരെ കാണാനും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അവിടുത്തെ പരിപാടി, പാട്ട്, ഡാൻസ് എല്ലാം ഞാൻ എൻജോയ് ചെയ്തു. അപ്പം ലവ് യു ഓൾ. സബ്സ്ക്രൈബ് ബട്ടൺ ഇഷ്ടപ്പെട്ട് അടിച്ചു പൊട്ടിച്ചോ.